നമസ്കാരം. PM കിസാൻ സമ്മാൻ നിധിയുടെ പേരിൽ വ്യാജ പ്രചരണം. ഇനി PM കിസാൻ സമ്മാൻ നിധി അടുത്ത ഗഡു മുതൽ ലഭിക്കില്ല എന്നാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. എന്തെന്ന് വെച്ചാൽ കേരള സർക്കാരിന്റെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കർഷക രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ PM കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്നാണ് വ്യാജ പ്രചരണം നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, PM കിസാനുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. എന്നാൽ ഇതൊരു കേരള സർക്കാരിന്റെ ഒരു രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിർബന്ധം ആക്കിയിട്ടില്ല. എന്നാൽ കൃഷി സംബന്ധമായ മറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കേരള സർക്കാരിന്റെ കതിർ പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് നിങ്ങളോട് രജിസ്റ്റർ ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ PM കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ നെട്ടോട്ടമോടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. കേരള സർക്കാരിന്റെ ഈ കതിർ പോർട്ടൽ ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തന സജ്ജം ആയി ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജം ആകാത്തത് കൊണ്ട് രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങി എന്ന് മാത്രം പറയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ID കാർഡും ലഭിക്കുന്നതാണ്.